നിങ്ങൾ വാഴ കർഷകരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, വാഴയുടെ ചുവട്ടിൽ ഈ സമയത്ത് ഇതേപോലെ കന്നുകൾ പൊട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഫുൾ കന്നുകൾ വാഴയുടെ ചുവട്ടിൽ നിർത്തും. അതായത് വാഴ കുല വെട്ടിക്കഴിഞ്ഞാലും പിന്നെ 1-2 വാഴകൾ വലുതാവുകയും പിന്നീട് കുല കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാലിപ്പൂവൻ പോലെയുള്ള വാഴകൾക്കിത് പ്രായോഗികമാണ്. ഞാലിപ്പൂവൻ റോബസ്റ്റേക്കൊന്നും കുഴപ്പമില്ല, പ്രായോഗികമാണ്. മൈസൂർ പ്രായോഗികമാണ്. പക്ഷേ നേന്ത്ര പൂവൻ പോലുള്ള വാഴകൾക്ക് ഇത് ഒരിക്കലും പ്രായോഗികമല്ല. പക്ഷേ ഇങ്ങനെ കന്നുകൾ പൊട്ടുകയാണെങ്കിൽ കുലയുടെ തൂക്കം ഒരു 20-30% വരെ കുറയാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ ചെറിയ കന്നുകൾ ചവിട്ടി മടക്കി കൊടുക്കണം. വലിയ 1-2 കന്നുകൾ നമുക്ക് ഇനി അടുത്ത തലമുറ സസ്യത്തിന് വേണ്ടി നിർത്താവുന്നതാണ്. കുട്ടി കന്നുകൾ ചവിട്ടി മടക്കി കളയുകയാണ് നല്ല മെത്തേഡ്. നമ്മൾ അതിനെ കത്തിക്കാനും മുറിച്ച് കളയുകയാണെങ്കിൽ ഒരു 10-12 കന്നുകളോളം ഈ വാഴയുടെ ചുവട്ടിൽ ഈ കുലയ്ക്കാൻ സമയമാവുന്ന ടൈമിലുണ്ടാവും. അപ്പോൾ ജലനഷ്ടം ഒന്നാമത്, രണ്ടാമത് അതുവഴി കീടബാധകൾക്കുള്ള സാധ്യത കൂടുതലാണ്. നേന്ത്രവാഴയെ സംബന്ധിച്ച് കുലയ്ക്കാറാകുന്ന ആ സമയത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുലയുടെ വലിപ്പം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മുടെ ആ ഒരു നവംബർ മാസങ്ങളിലൊക്കെ വെച്ച വാഴകൾ കുലയ്ക്കാൻ റെഡിയായി വരുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കുല വീഴണം, എന്നാൽ മാത്രമേ നമുക്ക് ഓണത്തിന് അത് വീണി എത്തിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുലകൾക്കൊന്നും മാന്യമായിട്ടുള്ള വിലയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന വാഴകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാൽസ്യം കൊടുത്തതിന് ശേഷം വളങ്ങൾ കൊടുക്കണം. ഇപ്പം ജൈവവളമൊക്കെ കൊടുത്തിട്ട് വലിയ മെച്ചമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും രാസവളങ്ങൾ വാഴയ്ക്ക് കൊടുക്കണം. പിന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് ചെയ്യാവുന്ന വളങ്ങൾ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തരും. ഇത് നമ്മുടെ നേന്ത്രവാഴയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, പോളകളെല്ലാം വൃത്തിയാക്കി കൊടുക്കണം. ഈ സമയത്ത് തടപ്പുഴുവിൻ്റെ, അതായത് വണ്ടിൻ്റെ ആക്രമണം നന്നായിട്ടുണ്ടാവും. തടപ്പുഴു കയറിയാൽ പിന്നെ കംപ്ലീറ്റ് നശിച്ചു. അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവുമില്ല. കാൽസ്യം സപ്ലിമെൻ്റ് തന്നെ ഇലകളിൽ തളിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് വലിച്ചെടുത്ത് ഇനി അതിനുള്ള ടൈമില്ല. കാരണം നമുക്കൊരു ജൂൺ 2nd വീക്കൊക്കെ കുല ചാടണം. അതിന് വേണ്ടിയിട്ട് കാൽസ്യം സപ്ലിമെൻറ്റുകൾ ഇലകളിൽ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നീട് ബോറോൺ കൊടുക്കാനായിട്ട്. ബോറോൺ കൃത്യമായിട്ടും കൊടുക്കണം. ബോറോൺ കൊടുക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കുല ആവുമ്പോൾ ഈ നേന്ത്രവാഴകൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഇലകൾ വിരിയാൻ പാട്, കൂമ്പുകൾ ഇറങ്ങാൻ പ്രയാസം, മണ്ടയടപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബോറോണാണ്. അതുമാത്രമല്ല, വലിയ കുലകളുണ്ടാകുന്നതിന്, ഉണ്ടാകുന്ന കായ്കളൊന്നും കറുത്തു പോകാതിരിക്കുന്നതിനും പൊട്ടിപ്പോകാതിരിക്കുന്നതിനും അപ്പോൾ ഇതൊക്കെ ബോറോൺ വളരെ അത്യാവശ്യമാണ്. ചെറിയൊരളവിന് മതി, പക്ഷേ അത് കൃത്യമായിട്ട് വേണം. ഇത് നമ്മൾ കിൻഡൽ വാഴയാണ്. കിൻഡൽ വാഴയാണെങ്കിലും കൊലയ്ക്ക് തൂക്കം കുറവാണ്. കാരണം കിൻഡൽ വാഴ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ യാതൊരു തരത്തിലുള്ള വളവും കൊടുത്തിട്ടില്ല. അടിവളം കൊടുത്ത് കന്നു വെച്ചു. പിന്നെ കുറച്ച് വേസ്റ്റുകളും അത്യാവശ്യം യൂറിയ പൊട്ടാഷൊക്കെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കും. ഏതായാലും ഇത് നമുക്കൊരു 10-15 കിലോ കുല, കിൻഡൽ വാഴയ്ക്ക് നല്ല വളം കൊടുക്കുകയാണെങ്കിൽ ഒരു 10-30 മേല് കിലോ കുല കിട്ടും. പക്ഷേ നമ്മൾ ഒരു പൈസയും മുടക്കാതെ, ഒരു ചിലവും ചെയ്യാതെ സ്വന്തം പെരയിടത്തിൽ ഇതൊക്കെ നടക്കും. അല്ലാതെ മറ്റുള്ളവരുടെ പെരയിടത്തിൽ നമ്മൾ പാട്ടത്തിനടുത്ത് ചെയ്താൽ ഇതൊന്നും പ്രായോഗികമല്ല. അപ്പം നമുക്കൊരു മാന്യമായിട്ടുള്ള ഒരു തൂക്കത്തിന് ഈ കുലകൾ കടകളിൽ കൊടുക്കുകയും ചെയ്യാം. അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് ഒരു നാടൻ്റെ പട്ടികയിൽ ഇതിനെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ട്രിക്കുകളിലൂടെ ഈ നേന്ത്രവാഴ കൃഷിയിൽ ഉപയോഗിക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്തും വേനൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം വേനൽ മഴ നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. അപ്പം വളരെ മെച്ചമൊന്നുമില്ലാതെ നിൽക്കുന്ന വാഴകൾക്ക് ഫാക്ടംബോസോ 19 18 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കോഴിക്കാഷ്ടം, യൂറിയ, പൊട്ടാഷ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് നല്ല നാളുകളായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് തലമുറ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നല്ല കായ്കൾക്ക് നല്ല വലിപ്പവും നിറവും ഗുണവും നല്ല സ്വാദും എല്ലാം കിട്ടുന്നതിനും, കുലയ്ക്കാതെ നിൽക്കുന്ന വാഴകൾക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായിട്ട് കുല ചാടുന്നതിനും എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാമതൊരു ഒരു മെത്തേഡാണ് കോഴിക്കാഷ്ടം. ഉണങ്ങിപ്പൊടിഞ്ഞ കമ്പോസ്റ്റായിട്ടുള്ള കോഴിക്കാഷ്ടം യൂറിയയും പൊട്ടാഷ്യം മിക്സ് ചെയ്തതിന് ശേഷം വാഴകളിൽ നിന്ന് ഒരു 2 അടി മാറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് മൂടണം. മണ്ണ് മൂടിയിട്ട് ആഴ്ചയിൽ 2 തവണയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഇലകളിൽ സ്പ്രേ ആവുന്ന വളങ്ങളും കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഈ സമയത്തെല്ലാം വാഴ ഇലകൾ കരിച്ചിലുകൾ കാണുന്നുണ്ടാവും. കരിച്ചിൽ പലപ്പോഴും പൊട്ടാഷ്യത്തിൻ്റെ കുറവാണ്. പൊട്ടാഷ് കുറവാണെങ്കിൽ നിങ്ങൾ ആദ്യം പൊട്ടാഷ് കൊടുത്ത് ആ കരിച്ചിൽ മാറ്റണം. ഇല കരിച്ചിൽ വന്നാൽ പിന്നീട് വരുന്ന കുലകൾക്ക് തൂക്കം കുറവ് വരും. അപ്പോൾ ഇല കരിച്ചിൽ പിന്നീട് പൊട്ടാഷ് കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ കടകളിൽ സിൽറ്റ് ഓയിലുള്ള മരുന്നുകളുണ്ട്, അത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഇലകളുടെ കരിച്ചിൽ ഒഴിവാക്കുകയും പിന്നീട് വരുന്ന ഇലകൾ നല്ല സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്യും.
ഓണവിപണിയിലേക്ക് നേന്ത്രം മാത്രമല്ല നമ്മൾ മറ്റു പല വാഴകളും വെച്ചിട്ടുണ്ട്. നമ്മളെ വാഴകളെല്ലാം നിങ്ങൾ കണ്ടേക്കുമ്പോൾ അറിയാം ഇതൊരു നേന്ത്രവാഴയാണ്. പിന്നെ വീണ കുലകൾക്ക് തൂക്കം കുറവാണെങ്കിൽ കൃഷി ഓഫീസറുടെ ചോദിച്ചതിന് ശേഷം സ്പ്രേകൾ കുലകളിൽ കൊടുക്കുന്ന സ്പ്രേകളുണ്ട്, അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതപ്പോൾ 50% വരെ തൂക്കം കൂട്ടുന്നതിന് അത് നമ്മളെ സഹായിക്കും. വാഴത്തണ്ടുകൾ കാണുന്ന ഈ കളറൊന്നും വിഷയമുള്ളതല്ല, പക്ഷേ ഇതിലിവിടെ ബ്രൗൺ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരികയാണെങ്കിൽ അത് കൃഷി ഓഫീസറുടെ പറഞ്ഞതിന് ശേഷം അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ മേടിച്ച് അതിന് തളിച്ചു കൊടുക്കണം. കാൽസ്യത്തിൻ്റെ അഭാവം ഈ സമയത്ത് വളരെ പ്രകടമായിട്ട് വാഴകൾ കാണാറുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം കൊടുക്കാം, കാൽസ്യം ഡോളമൈറ്റ് അല്ലെങ്കിൽ കാൽസ്യം സംയുക്തങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വാഴ ഇലകൾ കൃത്യമായിട്ട് വിരിഞ്ഞ് വരാതിരിക്കുക, വാഴ ഇലകൾക്ക് കട്ടി കൂടുക, അതൊക്കെ ആണ് ഈ കാൽസ്യത്തിൻ്റെ കുറവ്. കാൽസ്യം കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വലിയ കുലകൾ ചാടുകയുള്ളൂ. ഇതൊരു പൂവൻ വാഴയാണ്, ഇത് ഓണത്തിന് കുല കിട്ടുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ തോട്ടത്തിൽ. എപ്പോഴെങ്കിലും ഒരു കുല ഇതിൽ നിന്ന് കിട്ടും. ഇതിന് രാസവളമൊന്നും കൊടുത്തില്ല, ജൈവവളം കൊടുത്തിട്ടാണ് ഈ വാഴ വളർത്തുന്നത്. അടുക്കളത്തോട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് ഐസ്ക്രീം വാഴയാണ്. ഐസ്ക്രീം വാഴ നമ്മൾ ഒരു നെറ്റ് വഴി വാങ്ങിയ ഒരു വാഴയാണ്. ഐസ്ക്രീം ഇത് കുലച്ച് വരുന്ന സമയത്ത് ഐസ്ക്രീമിൻ്റെ പഴമുള്ള അല്ല രുചിയുള്ള പഴമാണോ എന്നൊന്നും അറിയത്തില്ല. ബ്ലൂ ജാവ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പശ്ചിമബംഗാൾ അഡ്രസ്സിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. ഇത് എത്രത്തോളം നമുക്ക് ഉപയോഗം വരുമെന്നൊന്നും അറിയാൻ വയ്യ, എന്നാലും നമ്മൾ നട്ടേക്കെയാണ്. ഇതിൻ്റെ വാഴയിലയും തണ്ടുമൊക്കെ കണ്ടിട്ടൊരു പട്ടാമ്പി ടൈപ്പ് കിടക്കും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ള ചാരപ്പൂവിൻ്റെ ഒരു ടൈപ്പാണ് തോന്നുന്നത്. പറ്റിപ്പാണെന്നറിയാൻ വയ്യ. ഏതായാലും കുല വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇതൊക്കെ റോബസ്റ്റ സെക്ഷനാണ്. വലിയ കുലകളാണ് ഈ റോബസ്റ്റയിൽ നമുക്ക് വീണേക്കുന്നത്. വലിയ കുലകളെന്ന് പറഞ്ഞാൽ 10-30 കിലോ എങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്രയൊക്കെ കിട്ടിയാൽ മതി. നമുക്ക് അതിനുള്ള പണികളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം വാഴയുടെ തണ്ടെല്ലാം നല്ല സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഒരു 10-20 ഗ്രാം ചാരം വീതം കൊടുക്കാറുണ്ട്. ചാരം വാഴയ്ക്ക് അധികം കൊടുക്കാത്തതാണ് നല്ലത്. പക്ഷേ നമ്മൾ ഈ വാഴകൾക്ക് 10-20 ഗ്രാം ചാരം ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാറുണ്ട്. മിക്സഡായിട്ട് ഈ വാഴ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും കീടൻ ഒഴിവാക്കാറുണ്ട്. കീടങ്ങളുടെ ശല്യം നമുക്ക് പരമാവധി കുറവാണ്. മാന്യമായിട്ടുള്ള കുലകളും കിട്ടാറുണ്ട്. മഞ്ചേരിക്കുള്ളൻ്റെ വലിയൊരു ശേഖരം തന്നെ നമ്മളെ തോട്ടത്തിലുണ്ട്. ഇതൊക്കെ മഞ്ചേരിക്കുള്ളൻ കുലകളാണ്. മഞ്ചേരിക്കുള്ളൻ നമ്മൾ വച്ചിട്ട് 4.5 മാസമായപ്പോൾ കുലച്ച്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഓണത്തിന് വേണ്ടി വെച്ചതാണ്. പക്ഷേ ഈ സമയത്ത് അത് കുല വിളഞ്ഞു തുടങ്ങി. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് വരികയും വളരുകയും കുലയ്ക്കുകയും ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ മഞ്ചേരിക്കുള്ളൻ. പിന്നെ അല്ലാത്ത നാടൻ വാഴകളും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. നാടൻ വാഴകളിൽ പൊതുവേ ഒരു വലിയൊരു തൂക്കത്തിലുള്ള കുലകൾ നമുക്ക് കിട്ടാറില്ല. പിന്നെ എല്ലാം മിക്സ് ചെയ്ത് ചെയ്യണമെന്നും പറഞ്ഞാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്തേക്കുന്നത്. അടുക്ക് നിയന്ത്രണമുണ്ട്. അപ്പം നമ്മുടെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഒരേ വാഴ വിത്തുകളും കാര്യങ്ങളും എല്ലാം പിന്നെ അയർ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ അയർ അയച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിക്കും. അയർ സർക്കാരിൻ്റെ ഒരു സപ്ലിമെൻ്റാണ്. വാഴകൾക്ക് വേണ്ടിയിട്ട് നല്ല റിസൾട്ട് തരുന്നൊരു സപ്ലിമെൻ്റാണ്. പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ അയർ കിട്ടാറില്ല, ഒന്ന് മേടിച്ച് അയച്ചു കൊടുക്കുമെന്ന്. കുറേ പേർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും മലപ്പുറമാണ്, തവനൂരാണ് ഇത് നമ്മൾ വാങ്ങുന്നത്. കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് നന്നായിട്ട് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അയർ കിട്ടാനും അയച്ചു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് പലർക്കും അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഐസ്ക്രീം വാഴയുടെ കന്നുകൾ, അയർ, പിന്നെ മറ്റ് മഞ്ചേരിക്കുള്ളൻ്റെ കന്നുകൾ, ഇതെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയും നമ്മൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ സ്വന്തം കൃഷിയാണ്. മറ്റാരെയും നിർത്തിയിട്ടല്ല നമ്മൾ കൃഷി ചെയ്യുന്നത്, സ്വന്തമായിട്ടാണ്. അപ്പം വരുന്ന ഓണത്തിന് വലിയ വലിയ കുലകൾ നിങ്ങൾക്ക് മാർക്കറ്റിലെത്താൻ പറ്റട്ടെ, നല്ല ഒരു വിളവ് കിട്ടട്ടെ എന്നാണ് ആശംസിക്കുന്നത്.